ഒരു അടിപൊളി മീനാണ്. പിടിക്കാൻ പറ്റുമോ? അത് ഒരു സംഭവം കാണിച്ചത് ഇതിന്റെ ഉള്ളിലോട്ട് നോക്കി എങ്ങനെയുണ്ട് നോക്കി. ഫുള്ള് മീനുണ്ട്. നമസ്കാരം. 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 നമ്മൾ എവിടെയാണ്? നമ്മളിപ്പോ കോവളത്താണ്. കോവളത്ത് ഇങ്ങനെ റൂമിൽ കിടന്നപ്പോ നമുക്ക് നല്ല അടിപൊളി കാഴ്ചയുണ്ട്. കാരണം ഈ വല വലിക്കുന്ന ഒരു രസമല്ലയോ, പാട്ടൊക്കെ കേട്ട്. അത് ശരിക്കും നമ്മുടെ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോ ഈ പാട്ട് പാടുന്നത് വല വലിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും, പാട്ട് ചിലപ്പോ കേട്ടിട്ടില്ല. രസകരമായിട്ടുള്ള പാട്ട്, പഴയ പാട്ട്. നമുക്കൊരു കാര്യം ചെയ്ത് കൊക്കൊക്കെ നോക്കിയേ, നമ്മൾ അടുത്ത് എന്നാലും പോകില്ല, അവർ ഇഷ്ടം പോലെ ഇരിക്കുവാണ്. കാര്യം ചെയ്തല്ല, അവരുടെ കൂടെ ഇപ്പൊ വല വലിച്ചു, വല വലിക്കാം. എന്നിട്ട് വല വലിച്ചിട്ട് കിട്ടുന്ന മീനൊക്കെ ഇവരൊന്ന് കാണിക്കാം. എല്ലാരും കാണിക്കാം. ഒരുപാട് മീനുണ്ട്, നല്ല ഫ്രഷ് മീന്. അത് ഇന്ന് ഇപ്പൊ പോയിട്ട് തിരിച്ചു വരുക, അതിന്റെ താമസമില്ല, അതുള്ള കൊച്ചു വെള്ളമാണ്. എന്തായാലും വല കൂടെ വലിക്കാം. വല വലിക്കാം, വാ. 20 മിനിറ്റ് വേണം ഇത് വലിച്ച് കരയെ കൊണ്ടുവരാൻ. 50 പേര് വേണം. 50 പേര് വേണം ഇത് വലിച്ച് കരയെ എത്തിക്കാൻ. ഈ തിര ഇറങ്ങി പോകുമ്പോ അങ്ങോട്ടും വിളിക്കും. അതാ രാവിലെ പോയിട്ട് ഇതിപ്പം ഇത് രാവിലെ നേരത്തെ തന്നെ എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീനാ വരുന്നത്. പിടയ്ക്കുന്ന മീനെ കാണാം, പിടയ്ക്കുന്ന മീനെ എല്ലാം കാണാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ റോപ്പല്ല, വലയുടെ ഭാഗം വന്നു തന്നെ എത്തുന്നില്ല. അടുത്ത് വന്നു വല അടുത്ത് വന്നു. നമുക്ക് അരമണിക്കൂറാണ് ഈ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഈ വല ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ട് കയറ്റുന്നത്. അരമണിക്കൂർ. അപ്പൊ ഈ അരമണിക്കൂറിൽ ഏകദേശം 50 പേരാ വർക്ക് ചെയ്യുന്ന. 50 പേര് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് കിടക്കുക. റൗണ്ട് അടിച്ച് ഈ ഒരു ഷേപ്പിൽ കിടക്കും. ഇങ്ങനെ വലിച്ച് കൂട്ടും. ഒരുമിച്ച് വരും. നമുക്കത് കാണാം. അത് കാണാം. കോവളത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലേ. രാവിലെയും വൈകിട്ടും ഇപ്പൊ സീസൺ തുടങ്ങി. റൂമ് തന്നെ കിട്ടാൻ വളരെ പാടാണ്. നല്ല പ്രൈസും, അപ്പൊ നല്ല റേറ്റുമാണ് റൂമിനൊക്കെ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞങ്ങൾ ഇന്നലെ ഒരു 11-12 മണി വരെയോളം ഇവിടെ ഫുള്ള് നടന്നത്. ഈ സൈഡിൽ കൂടെ ഭയങ്കര രസമാണ് ഇപ്പം. പിന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടും അവരുടെ ആ ഒരു രാവിലെയുള്ള ആ ഒരു പണി, എന്തോരം മീൻ കിട്ടും, അതൊക്കെ നമുക്ക് കാണാം നേരിട്ട്. കാരണം ഈ 50 പേര് രണ്ട് സൈഡിൽ നിന്ന് വലിക്കുന്ന ചെറിയ പണിയല്ല. നല്ല വെയിൽ. കുറച്ചു നേരം വലിച്ചപ്പോൾ തന്നെ കൈയൊക്കെ ചുമന്നതായി. അങ്ങനെ പിടിച്ചെന്തായാലും വല ഇവിടെ കിടക്കണുണ്ടോ? ഇതിന്റെ പിടിച്ച് വലിച്ചിട്ടേക്കുന്ന ഇതുണ്ടോ, എത്ര നൂല് കിടക്കുന്നുണ്ടോ? നൂല് കിടക്കുന്നുണ്ടോ? എല്ലാം കിടന്ന് പിടക്കുവാണ്. എല്ലാം കിടന്ന് പിടയ്ക്കുക. വലിയൊരു മീനുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റുമ്പോ കാണാം. മുഴുവൻ കുഞ്ഞു മീനല്ലേ, എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ വരുന്ന സാധനം ചൊറിയാണ്. ചൊറി എന്ന് പറഞ്ഞ സാധനം ഇതാണ് മറ്റേ ചൊറി എന്ന് പറഞ്ഞ സാധനം അല്ലേ. ഇപ്പൊ കുഞ്ഞു മീനല്ലേ, ഞണ്ടൊക്കെ ഉണ്ട്. ഞണ്ട് ഒരു അടിപൊളി മീനാണ്. പൊക്കല് അത് ആ സാധനമാണോ? നമ്മളില്ല മറ്റേ ഇവിടെ പോയിടല്ലോ, ബോളാവുന്നില്ലയോ? അല്ലല്ല, അത് വേറെ. ഇത് കളയുമല്ലേ. കുറഞ്ഞുകൊണ്ടിരിക്കണ മൊത്തം മറ്റേ ചൊറിയാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ള് എറിഞ്ഞു വിടുവാണ്. നോക്കിയേ, ഇതിന് കുറേ ഉണ്ട് ഈ സാധനം. ഈ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന സാധനം കുറേ ഉണ്ടാകുന്ന കണ്ടോ. ഇവിടെ കളയുമല്ലോ, ഞാൻ കളയും എടുത്ത്. മീൻ വാരി എടുക്കണം. ജെല്ലി ഫിഷ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഇതിന്റെ അകത്ത്. ഞാൻ വളയോടല്ലേ. കണ്ട ചത്തപോലെ, പക്ഷെ ജീവനുണ്ട്. ജീവനുണ്ട്. ഇതിപ്പോ നല്ല പിടക്കലാണ്. നല്ല പിടക്കൽ കിടക്കൊണ്ടിരിക്കുക. സമയോട് അവരൊന്ന് പിടച്ചോണ്ടിരിക്കുക. പിടിക്കാൻ പറ്റുമോ? അതെ, പിടക്കണ. ഓ, ഹെവി സാധനം. ഗോൾഡൻ കളറല്ലേ. ജീവനോടെ കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിടിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. അതെ. ഓ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. വാള നല്ല മുള്ളുള്ള ഇല്ല ചേട്ടാ. മുള്ളുള്ള വാള. അടിപൊളി. കണവയല്ലേ? പല സൈസ് ഉണ്ട്. ഇതൊക്കെ നല്ല വിലയാണ് നാട്ടിലൊക്കെ അല്ലേ. ജീവൻ തന്നെ കയ്യിൽ ഇവിടെ കണ്ടോ, ജീവനുണ്ട്. ജീവനുണ്ടല്ലേ, ഇടിക്കുന്നുണ്ടല്ലേ. എല്ലാം ഇവിടെ ഇരുന്ന് നമ്മളിന്ന് ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത്, അവർ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ കൂടുതൽ എടുത്ത് വരെ. ഈ ഇത് കിടക്കുന്ന കയറ് കിടക്കുന്നുണ്ടോ, എത്ര വേണ്ടി വേണമെന്നറിയാം. എത്ര പേര് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മീൻ കിട്ടുന്നുണ്ട് വളരെ കുറവാണ്. അത് മാക്സിമം രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടാൽ അവർക്ക് കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മളൊക്കെ പോയിട്ട് പേശു അവരുടെ അടുത്ത് ഈ 50 രൂപ 100 രൂപ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പേശുവാണ്. യഥാർത്ഥത്തിൽ ഈ കഷ്ടപ്പാട് അവരെല്ലാം ഒന്ന് അറിയണം. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത്രയും മീൻ കൊണ്ടിരുന്നത്. ഇത്ര പ്രായമായിട്ട് അവരൊക്കെ ഈ കല്ലും ഇതൊക്കെ അല്ലേ എടുത്തോണ്ട് എല്ലാവരും. അതെ, നല്ല കഷ്ടപ്പാടാണ്.
ചേട്ടാ ഇപ്പൊ രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്ന പരിപാടി അത്? എത്ര മണിയാ? 6 മണി രാവിലെ 6 മണിക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഇതിൽ ഇത്രയും ഇപ്പൊ നിങ്ങൾ ഏകദേശം ഒരു 50 പേര് കൂടുതൽ തന്നെ ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടു, ഞങ്ങളും വല പിടിച്ച്. അപ്പൊ ഈ ഇത്രയും വല പിടിച്ചിട്ടേ ഇന്നിപ്പോ കിട്ടിയിരിക്കുന്ന മീൻ വളരെ കുറവാണ് അല്ലയോ? അപ്പൊ ഏകദേശം സാധാരണ ലെവലിൽ നിങ്ങളുടെ ഈ ശമ്പളം ഒന്ന് അടങ്ങി നമ്മുടെ ആ ചെറിയ രീതിയിൽ തീരാനായിട്ട് എത്ര രൂപയുടെ മീൻ കിട്ടണം? നമുക്ക് കുറഞ്ഞതിൽ 25,000 രൂപ മീൻ കിട്ടിയ നമുക്ക് ഇത്രയും പേര് എന്തെങ്കിലും ഒന്ന് കിട്ടും. നമ്മള് ചെലവിനുള്ള പൈസ കിട്ടും. അപ്പൊ ഇപ്പൊ ഇന്ന് കിട്ടിയിരിക്കുന്നെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുമില്ല. നമ്മൾ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടത്. എത്ര മണിക്ക് നമ്മൾ പോകുന്നതാ? നമ്മൾ ഇതിപ്പോ 2 മണിക്കൂർ പണി തന്നെ. 6 മണിക്ക് വലയിട്ടിട്ട് നമ്മൾ കരയ്ക്ക് ഇന്ന് പിടിക്കും. നിങ്ങൾ കണ്ടല്ലോ? കണ്ടു. അപ്പൊ ഇത് 2 മണിക്കൂർ പണിയാണ്. 2 മണിക്കൂർ പണിയാണ്. അത്രയും കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നമ്മളിന്ന് വീഡിയോ കാട് കടല് അല്ലേ, അതിന്റെ എല്ലാം ഏകദേശം നേർക്കാഴ്ചകളിലേക്ക് എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോക്ക് അത്രയും എല്ലാവരും കാണുന്നത്. ശരിക്കും ഈ ഒരു കടലിന്റെ മക്കള് നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് നമ്മളും പിടിച്ച് അതാണ് കൈയൊക്കെ ചുമന്നവിടെ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടത് ശരിയാട്ടെ. ഞങ്ങൾ കുറച്ചു നേരം റോപ്പെ പിടിച്ചപ്പോ തന്നെ കൈയൊക്കെ ചുമന്നു. ഒരു 15-20 മിനിറ്റ് പിടിച്ചപ്പോൾ തന്നെ ഇടപാട് തീർന്ന്. അപ്പം ഏകദേശം മണിക്കൂറുകളോളം പിടിക്കുന്ന അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. പിന്നെ അവരുടെ സ്ഥിരം പരിപാടിയാണ് എങ്കിൽ പോലും അവരെ പ്രായമുള്ള ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഒരു പ്രായമുള്ള ആൾ കല്ലൊക്കെ എടുത്തോണ്ട് നമ്മൾ വില പേശരുത് ഇവരൊക്കെ അടുത്ത്. പക്ഷേ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇടനിലക്കാർക്ക് ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും. ഈ പാവപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വളരെ കുറച്ച് പൈസ കിട്ടത്തുള്ളൂ. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ വണ്ടിക്കൂലി മാത്രം കിട്ടുമെന്ന്, വേറെ ഒന്നുമില്ല. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട്. അപ്പം ശരിക്കും നമ്മുടെ ചാനലിന്റെ പ്രത്യേകത നേർക്കാഴ്ചകൾ, ഇതേപോലുള്ള പാവപ്പെട്ട കടലിലെ മക്കളാണ് കഷ്ടപ്പെട്ടവര്. രാവിലെ തൊട്ട് നമ്മൾ ഇറങ്ങിയതാ. ശരിക്കും ഞങ്ങൾ ഇത്രയും വെയിൽ കൊണ്ടപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പൊ ഇത് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഒരുപാട് വില പേശാതിരിക്കുക. തീർച്ചയായിട്ടും അവർ നമ്മുടെ തന്നെ ഏറ്റവും നമ്മളെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ചിലപ്പം മീൻചാറ് പോലും മീനില്ലാത്ത ദിവസം പോലും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അവരെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.